സംസ്ഥാന കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ്. 1995-ൽ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയതിൽ പങ്കാളിയായതിൽ ക്ഷമ ചോദിച്ച് ചെറിയാൻ ഫിലിപ്പാണ് ആദ്യ വെടിപൊട്ടിച്ചത്. തൊട്ടു പിന്നാലെ വിദേശത്തുള്ള രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ പരോക്ഷമായി കുറ്റപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. കരുണാകരന്റെ വികസനം വെറും പ്രചരണായുധം മാത്രമായിരുന്നില്ലെന്ന് ചെന്നിത്തല കുറിച്ചു. വീക്ഷണം ദിനപത്രത്തിൽ വന്ന ആരോപണങ്ങൾ ഏറെക്കുറെ ആവർത്തിച്ചായിരുന്നു ചെന്നിത്തലയുടെ പോസ്റ്റ്. വീക്ഷണം ദിനപത്രത്തിൽ വന്നത് നല്ല മുഖപ്രസംഗമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട് VM സുധീരനും വിവാദത്തിൽ പങ്കാളിയായി. ശ്രീ കെ കരുണാകരൻ്റെ വിലയേറിയ സംഭാവനകളെ അനുസ്മരിക്കുന്ന ഒരു നല്ല മുഖപ്രസംഗമായിരുന്നു അത് എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല രീതിയിൽ കാണുക, കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ശരിയായ രീതിയിൽ പോസിറ്റീവ് ആംഗിളിൽ കാണുമ്പോൾ അതിൻ്റെ നല്ല വരികൾ അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും. കരുണാകരന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പറയുന്നത് സ്വാഭാവികമാണെന്ന് വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ശൂരനാട് രാജശേഖരൻ പ്രതികരിച്ചു. കരുണാകരനൊപ്പമെത്താൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ബഹുദൂരം ഓടേണ്ടി വരുമെന്നും ശൂരനാട് കൂട്ടിച്ചേർത്തു. മീഡിയ 1 തിരുവനന്തപുരം.